തിരുവനന്തപുരത്തെ RSS പ്രവർത്തകൻ ആനന്ദ് കെ തമ്പിയെ BJP നേതൃത്വം തള്ളിപ്പറഞ്ഞതിൽ RSSന് അതൃപ്തിയുണ്ട്. ആനന്ദിനെ തള്ളിപ്പറഞ്ഞാൽ BJP നേതൃത്വത്തെ RSS എതിർപ്പ് അറിയിച്ചു. ഒരു ദയാദാക്ഷിണ്യവും കൂടാതെ ആനന്ദിനെ ഒറ്റവാക്കിൽ തള്ളിപ്പറഞ്ഞതാണ് RSS ശാസ്തമംഗലം മണ്ഡൽ കാര്യവാഹക് അഖിൽ മനോഹറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. BJP നേതാവ് S സുരേഷിനെതിരെയാണ് വിമർശനം. രാഷ്ട്രീയം ഒരാളെ അധപതിപ്പിച്ചെന്നാണ് RSSന്റെ പരസ്യ വിമർശനം. ഇന്നലെ സംസ്കാര ചടങ്ങുകൾക്ക് RSS നേതാക്കൾ വീട്ടിലെത്തിയിരുന്നു. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, ഈ ആനന്ദിന്റെ മരണം BJP നേതാക്കൾ, പ്രത്യേകിച്ച് S സുരേഷിനെ പോലുള്ള നേതാക്കൾ പത്രസമ്മേളനം നടത്തി തന്നെ അങ്ങ് തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അങ്ങനെ തള്ളിപ്പറയാൻ കഴിയില്ല സംഘപരിവാറിന് ആനന്ദിനെ, പ്രത്യേകിച്ച് RSSന് ആനന്ദിനെ. അയാൾ ഒരു RSS ശാഖാപ്രവർത്തകനായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. BJP സ്വീകരിച്ച ഈ നിലപാടിനെതിരെ RSSൽ പൊതുക്കെ പരക്കെ ഒരു വിമർശനമുണ്ടോ, പ്രത്യേകിച്ച് സുരേഷിനെതിരെ? അരുൺ, തീർച്ചയായിട്ടും അത് വിമർശനം മാത്രമല്ല, കടുത്ത അതൃപ്തി RSSനുള്ളിൽ രൂപപ്പെട്ട് കഴിഞ്ഞു. RSS നേതൃത്വം ഇതിനോടകം തന്നെ BJP ജില്ലാ നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും ഈ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും അവർ അതൃപ്തി രേഖപ്പെടുത്തിയത് ഒറ്റ വാക്കിൽ തള്ളിപ്പറയുകയാണ് ഈ ആനന്ദിനെ BJP നേതാക്കൾ. പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറി പദവിയിലിരിക്കെ സുരേഷ് അടക്കമുള്ള ആളുകളാണ് ഇത്തരത്തിൽ ഒറ്റ വാക്കിൽ തള്ളിപ്പറയുന്നത്. അതായത് സജീവ പ്രവർത്തകനല്ല എന്നുള്ളത് മാത്രമല്ല, പ്രവർത്തകനല്ല എന്ന് പോലും ഒരു ഘട്ടത്തിൽ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നു. പക്ഷെ അത് അങ്ങനെയല്ല, RSSന്റെ പ്രവർത്തകനായിരുന്നു, അതും സജീവ പ്രവർത്തകനായിരുന്നു. 25 വർഷമായി RSSൽ പ്രവർത്തിക്കുന്ന ആളാണ്, വിവിധ പദവികൾ വഹിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെയാണ് ഇങ്ങനെ തള്ളി പറയുന്നത്. മാത്രമല്ല, ഇതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ S സുരേഷ് തന്നെ, അതായത് ഇപ്പോൾ തള്ളി പറഞ്ഞിരിക്കുന്ന S സുരേഷ് മുൻപ് ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ തൃക്കണ്ണാപുരം വാർഡിൽ, അതായത് ഈ ആനന്ദ് മത്സരിക്കാൻ തയ്യാറെടുത്തിരുന്ന തൃക്കണ്ണാപുരം വാർഡിന്റെ RSSന്റെ ഭാഗമായിട്ടുള്ള ചുമതല കൂടി വഹിച്ചിരുന്ന ആളാണ് ഈ ആനന്ദ് എന്ന് RSS നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഈ തള്ളി പറയുന്നത് ഒട്ടും ശരിയല്ല. മാത്രമല്ല, അത് പ്രവർത്തകരുടെ വികാരത്തെ മാനിക്കാതെയുള്ള പ്രതികരണമാണ് എന്ന് കൂടിയാണ് RSS നേതൃത്വം പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ BJP നേതാക്കൾ ആദ്യഘട്ടത്തിൽ ഈ ആനന്ദിന്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായിരുന്നില്ല. പിന്നീടാണ് ഇന്നലെ ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ അടക്കമുള്ള ജില്ലാ നേതാക്കൾ അവിടേക്ക് എത്തിയത്. പക്ഷേ RSSന്റെ നേതാക്കൾ ഇന്നലെ ഏറെക്കുറെ മുഴുവൻ സമയവും അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ പ്രാന്ത കാര്യവാഹക് പ്രസാദ് ബാബു ആണ്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. സംസ്കാര ചടങ്ങുകളിലൊക്കെ പൂർണ്ണമായി പങ്കെടുത്ത ശേഷമാണ് മടങ്ങിയത്. അത് RSS നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് അദ്ദേഹം അവിടെ എത്തിയത്. അതായത് RSSൽ സജീവ പ്രവർത്തനം നടത്തിയിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തന്നെയാണ് ആനന്ദിനെ അഭിസംബോധന ചെയ്യേണ്ടത്. തള്ളി പറയാൻ കഴിയുന്നതല്ല എന്നുള്ളത് തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും ഈ പറയുന്ന ഒരു തർക്കം, അതൃപ്തിയൊക്കെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നുള്ള ഒരു ആശങ്ക കൂടി BJP നേതൃത്വത്തിനുണ്ട്. അരുൺ, അപ്പോൾ ശരിയാണ് ഹരി പറഞ്ഞതുപോലെ. അപ്പോൾ S സുരേഷേ അയാളൊരു RSSന്റെ പ്രവർത്തകനായിരുന്നു. അത് RSSന്റെ പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്. തള്ളി പറയാതിരുന്നൂടെ? എന്തായാലും ആത്മഹത്യ നടന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് എഴുതി വെച്ചു. പക്ഷേ ഒരു RSS പ്രവർത്തകനെ BJP നേതൃത്വം, പ്രത്യേകിച്ച് സുരേഷിനെ പോലുള്ളൊരു നേതാവ് തള്ളിപ്പറയുന്നത് ശരിയല്ല. RSSലെ പ്രവർത്തകർ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. അവർക്ക് അതിനകത്ത് വലിയ സങ്കടമുണ്ട്. അതൃപ്തി അവർ ഇപ്പോൾ പ്രകടമാക്കിയിരിക്കുകയാണ്.